ഞാൻ ഒരിക്കൽ ഒരു തിരക്കേറിയ ഒരു പട്ടണത്തിൽ ഞാൻ ഇച്ചിരി സാധനങ്ങൾ മേടിക്കാനാണ്. എനിക്ക് കുറച്ച് തുണി അത് വേണ്ട, അത് കൊള്ളൂല, ഈ മീൻ എടുത്തോളാൻ പറയും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ഓ ഈ മീൻ വിൽക്കുന്ന ചേട്ടന് നമ്മോട് എന്തോ ഒരു സ്നേഹമാണെന്ന് ഓർത്തോളൂ. എടാ അങ്ങനെ അഴുക്ക് മീനാണെങ്കിൽ അവരെന്തിനാണ് വിൽക്കുന്നത്? അപ്പോൾ നമ്മുടെ ഒരു വിശ്വാസം അവർ പിടിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ നമ്മളോട് പറഞ്ഞു എടുക്കണ്ട. അപ്പോൾ അവൻ തന്നെ ആരെങ്കിലും പറയും, അപ്പോൾ ആ മറ്റേ മീൻ എടുക്കാൻ പറഞ്ഞ് നല്ലതാണെന്ന് കരുതും ആത്മാർത്ഥമായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും സംശയമുള്ളൊരു കാര്യമുണ്ട്, ഒരിക്കൽ പോലും പരിചയമില്ലാത്ത ഒരാളോട് ഇവരെന്തിനാണ് ഇതിങ്ങനെ പറയുന്നതെന്ന്. ഒരു പക്ഷേ അവരുടെ ബിസിനസ് തന്ത്രമായിരിക്കാം, ചിലപ്പോൾ സത്യസന്ധമായിട്ട് പറയുന്നതായിരിക്കും. എന്ന് പറഞ്ഞ പോലെ ഞാനിത് ആലോചിച്ചിട്ട് എന്തിനാ എന്നോട് ഈ സ്ത്രീ, എനിക്ക് ഒരു പരിചയമില്ലാത്ത സ്ത്രീ എനിക്കിതിനാ ഈ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി തന്നതെന്ന് പല പ്രാവശ്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഫ്രീ ടൈമിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പം ഇത് ഓർമ്മ വരുമ്പോൾ ഞാൻ പിന്നീട് ആലോചിക്കും എന്തിനും ഇത് ചെയ്തതെന്ന്. പിന്നീട് ഒരിക്കലും ഒരു സുഹൃത്ത് പറഞ്ഞു, എടാ ഇത് ഇവരുടെ ഒരു വലിയ തന്ത്രമാണ്. അതായത് ഈ കടയിൽ നിൽക്കുന്ന ഓണറിൻ്റെയും ഈ സെയിൽസ് ഗേളിൻ്റെ ഒരു അറിഞ്ഞുകൊണ്ടുള്ളൊരു തന്ത്രമാണ്. കാര്യം നമ്മളെ ഒരു പാർട്ട്ണർ ഇൻ ക്രൈം ആക്കുകയാണ്. അതായത് അവരൊരു കുറ്റകൃത്യം ചെയ്തിട്ട് നമ്മളെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തുകയാണ്. അപ്പം നമ്മളോട് പെട്ടെന്ന് പറയുകയാണ്, നിങ്ങൾക്ക് ലാഭം ഉണ്ടാകുന്നു, ഞാനൊരു കള്ളത്തരം കാണിച്ചുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടോ എന്ന് പറയാം. അപ്പം നമ്മൾ ആ ഒരു തിരക്കിനിടയിൽ അങ്ങ് പോവും. ശരിക്കും പറഞ്ഞാൽ ഈ ഷർട്ടിന് 300 രൂപ പോലും കാണത്തില്ല. ഈ ഷർട്ടിന് 300 രൂപയുടെ ഷർട്ടായിരിക്കും ഒരു 1000 രൂപയ്ക്ക് ഇട്ടേക്കുന്നത്. എന്നിട്ട് അവർ പറയുകയാണ് ഞാൻ കുറച്ച് തന്നു. കാരണം നമ്മളെ കൂടി അവരെ കള്ളത്തരത്തിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മളെ ഒന്ന് പേടിപ്പിച്ച് നമ്മളെ പെട്ടെന്ന് ഒന്ന് ഹറി ബറി ആക്കിയിട്ട് നമ്മളെ പെട്ടെന്ന് ഇറക്കി വിടുകയാണ്. ഭയങ്കര തന്ത്രം. എനിക്കത് സത്യം പറഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടു. അവരുടെ ആ ഒരു ഐഡിയ സൂപ്പറാണ്. അത് രണ്ടുപേരോട് ചേർന്നുകൊണ്ടുള്ള പരിപാടി. കാരണം നമ്മൾ നിലച്ചിരിക്കുക ആ കടയിൽ ചിലപ്പോൾ അധികം ആൾക്കാർ കയറുന്നിടയ്ക്ക്, എന്നാലും 10 പേര് കയറിയാലും ഭയങ്കര നഷ്ടമാണ്. അപ്പം ഞാനൊരു ഇത് പറയാൻ കാര്യം, 3-4 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ കടയിൽ വീണ്ടും ഒരിക്കൽ പോയി. ആ സമയത്ത് ഈ സ്ത്രീ തന്നെയാണ് ആ കടയിൽ സാധനം എടുത്ത് കൊടുക്കുന്നത്, വേറെ ആരും ഇല്ല. അപ്പം അത്രയും വർഷം നിൽക്കുന്നുണ്ടെങ്കിൽ അവർ വിശ്വസ്തമായ ഒരു സ്ത്രീയാണെന്ന് ഈ മനുഷ്യനും അറിയാം. ഇവർ രണ്ടുപേരും ചേർന്നുള്ള ഒരു ബിസിനസ് തന്ത്രമാണ്. നിങ്ങൾ പാർട്ട്ണർ ഇൻ ക്രൈമിനെ പറ്റി പറഞ്ഞത്. താങ്ക് യു.